പെട്ടെന്ന് ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യും. ഞാൻ ഈ വാർത്ത പറഞ്ഞു തരും. ഞാൻ ആ പരാതിക്കാരിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ പരാതിക്കാരി കേരളത്തിലെ ഏറ്റവും പ്രമുഖ ആ പെൺകുട്ടിയെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല എന്ന്. ഹലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ ഉള്ളത് രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആ വിഷയത്തിൻ്റെ പേരിൽ ഇപ്പോൾ അതിജീവിത എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലൊന്നും കൊടുത്ത് നീതി കിട്ടാഞ്ഞിട്ടാണോ എന്തോ നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട് പോയത് എന്നെനിക്കറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതായത് ഈ അതിജീവിത എന്ന് പറയുന്ന ആളിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അറിഞ്ഞതല്ലേ, എവിടെയെങ്കിലും പോവാൻ ട്രാൻസ്ഫർ മേടിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം. ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർത്തി ഞാൻ ജീവിക്കത്തില്ലായിരുന്നു. എനിക്കറിയില്ല, ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു പോയി. എനിക്ക് സങ്കടം താങ്ങാനേ പറ്റുന്നില്ല, കുറച്ചുകൂടെ താങ്ങാൻ പറ്റുന്നില്ല. എന്റെ ചന്ന് പൊട്ടിപ്പോവാതെ ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലി ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന് തരിപ്പെടുവായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ഒന്നും ഓക്കെയല്ല. ഞാൻ ഇമോഷണൽ സപ്പോർട്ട് തരേണ്ട ആൾക്കാർ ഒരു ഇല്ല എനിക്കപ്പുറത്ത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ലേഡീസിൻ്റെ ഇഷ്യൂസ് വരുമ്പം ഞാൻ നന്നായിട്ട് ഇമോഷണൽ ആവാറുണ്ട്. അത് ദേഷ്യമാണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും അതുപോലെ എൻ്റെ ഒരു വീഡിയോയിൽ വരാറുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം ആവുന്നതേ ഉള്ളൂ. എന്നിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ പോവുകയും പ്രഗ്നൻ്റ് ആവുകയും ചെയ്തേക്കുന്നത്. ഇപ്പോൾ പറയുന്നു ഞാൻ ആ കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടേലും പോയി ഞാൻ അതിനെ പ്രസവിച്ച് വളർത്തുമായിരുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി എന്താ മണ്ടനോ പൊട്ടനോ വല്ലതുമാണോ? ഈ ഭർത്താവിനെ ഇവിടെ വെച്ചിട്ട് ആ കൊച്ചിനെയും കൊണ്ട് താൻ എങ്ങോട്ടേലും പോയി വളർത്തത്തില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യണം? അവിടെ വായും പൊളച്ച് വായും തുറന്നിരിക്കണോ? അല്ല, അതെന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഭർത്താവ് എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഉണ്ട്, അതെന്ത് ചെയ്യണമായിരുന്നു? നിനക്ക് ഇങ്ങനെ ഒരു റിലേഷൻ വേണമെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യത്തിൽ പോകണമായിരുന്നെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണമായിരുന്നു. അതുപോലും ചെയ്യാതെ ഇങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടിക്ക് നിന്നിട്ട് ഇപ്പം മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കോ പരാതി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഒരു വിഷയത്തിൽ ഇയാളെ ആര് എങ്ങനെ മെൻ്റലി വന്ന് സപ്പോർട്ട് ചെയ്യണം? വീട്ടുകാർ കല്യാണം കഴിച്ചു ഭർത്താവിൻ്റെ കൂടെ വിട്ടിട്ട് ഇങ്ങനൊരു പരിപാടി കാണിക്കുമ്പോൾ വീട്ടുകാർ വന്ന് സപ്പോർട്ട് ചെയ്യുമോ? അതോ ഭർത്താവ് വന്ന് സപ്പോർട്ട് ചെയ്യണോ? ഇനി അതാണോ ഉദ്ദേശിക്കുന്നേ? പറയുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ കുറച്ച് നാണക്കേടോ ലോജിക്കോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? പുള്ളിക്കാരന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ എന്ത് നശിപ്പിക്കുന്നതാണ്? അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടത് നശിപ്പിക്കും ഞാൻ എങ്ങനെ ചെയ്യും? പോയിക്കോളാത്തന്നെ ഞാൻ പറഞ്ഞേ. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. ഇത് നടന്നിട്ട് എത്ര നാളായി? അന്ന് നിലമ്പൂർ ഇലക്ഷന്റെ സമയത്തല്ലേ? അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി നിലമ്പൂരെത്തിയെന്ന് രാവിലെയാണ് ഞാൻ ഈ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നത്. അതും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ബ്ലീഡിങ് ഇത്ര ദിവസം എടുത്തിട്ടാണ് അത് നിൽക്കണേ.
ഡോക്ടറിന്റെ വഴക്ക് പറഞ്ഞു. എന്താ നിങ്ങൾ മര്യാദയ്ക്ക് ആരാ നിങ്ങൾക്ക് കൊണ്ട് തന്ന് നിങ്ങൾ കൊല്ലാനാണോ കൊണ്ട് തന്നപ്പോ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാ കൊണ്ട് തന്നെ? സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു, അതിൽ ജീവിക്കണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടെ ഞാനത് വെയിറ്റ് ചെയ്യും. ഇതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ലായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ ഭർത്താവിന് ഈ ചെയ്തേക്കുന്നത് ഉപദ്രവമല്ല. നിങ്ങളെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ചെയ്തേക്കുന്ന ഉപദ്രവമാണോ? ആണോ അല്ലയോ? പിന്നെ രാഹുൽ ഈശ്വർ പറയുന്നൊരു വർത്തമാനം ഉണ്ടായിരുന്നു. ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിച്ചതാണെന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയത്തില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോട് മറച്ചു വെച്ചിട്ടാണ് ഈ പരിപാടി കാണിച്ചതെന്നൊക്കെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണോ, പൊട്ടനാണോ? ഒരു പെണ്ണ് വഴിയെ കൂടെ ഏതെങ്കിലും പോകുന്ന പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി ഈ പരിപാടി കാണിക്കുക, അങ്ങേർക്ക് എന്തോ അത്രയ്ക്ക് മുട്ടി അങ്ങ് നിൽക്കുക? ആണോ? രാഹുൽ ഈശ്വർ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപാട് അങ്ങ് ന്യായീകരിച്ച് അങ്ങ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പരാതി കൊടുത്ത പെണ്ണിന്റെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു. വളരെ മാന്യനായ, റെസ്പെക്ടബിൾ ആയി എനിക്ക് തോന്നിയ ഒരു വ്യക്തി. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇര ഇദ്ദേഹമാണ്. ഇതൊരു ജനറേറ്റഡ് പിക്ചറാണ്. അദ്ദേഹത്തിന്റെ അനുമതിയും പെർമിഷനും ഇല്ലാതെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിവിടാൻ പാടില്ല. ആരും ഇതിനെ കേസൊന്നും എടുക്കാൻ പോകില്ല. പക്ഷേ അതാണ് നമ്മുടെ മാന്യതയും മര്യാദയും. അതായത് ആ വ്യക്തിയോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് അദ്ദേഹത്തെ കണ്ട് താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം. ഞാൻ ഓൾറെഡി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം. ഞാനിപ്പോ ആ പെണ്ണിന്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു. ഇയാളാണ്, ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര. അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു, കാമുവിനെ പറ്റിച്ചു, എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കാനായി ഇപ്പൊ മുഖ്യമന്ത്രിയെയും കണ്ടു. എന്നൊരു പേര് അതിജീവിതയും. ഒന്ന് ആലോചിച്ച് നോക്കുക, കല്യാണം കഴിച്ചിട്ട് 1 വർഷം പോലും ആയില്ല. 2024 ഓഗസ്റ്റിലാണ് കല്യാണം. 1 വർഷം പോലും കല്യാണം കഴിച്ചിട്ടായില്ല. ആ ബന്ധം മറച്ചു വെച്ചോ, ഒളിച്ചു വെച്ചോ, പകുതി മറച്ചു വെച്ചോ, തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് പ്രഗ്നന്റ് ആകുകയും അതിനുശേഷം ബ്രേക്കപ്പ് ആകുകയും പ്രശ്നങ്ങളാകുകയും ചെയ്യും. എന്നിട്ട് അത് മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളോ ചേർന്ന് എന്താ പറയുക, മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു. ഡിവോഴ്സ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പരസ്പരം ബ്രേക്കപ്പ് ആവുന്നതിലൊന്നും ഇടപെടാൻ പറ്റില്ല. പക്ഷേ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ സ്വയം നിന്ന് കൊടുക്കുന്നതും വേട്ടയാടാൻ മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാനൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതേ നിങ്ങൾ ഉറച്ചു പറയണമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട കോടതിയിൽ കേസെത്തുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ കല്യാണം കഴിച്ചാണെന്ന് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട്. രാഹുലിന് അമിത മാന്യത അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. കാര്യം ഇതൊരു വാറാണ്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ സരിത കുടിക്കിയത് പോലുള്ള ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇത്. രാഹുലിനെ തീർക്കാനും തകർക്കാനും കോൺഗ്രസിനെ തകർക്കാനും വേണ്ടിയുള്ള യുദ്ധമാണ്. കോൺഗ്രസ്സുകാർ അതിലേക്ക് മനസ്സിലാവണില്ലല്ലോ. കേട്ടല്ലോ, 1 വർഷം പോലും കല്യാണം കഴിഞ്ഞിട്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ വെളുപ്പിക്കില്ലേ? നിങ്ങൾ പറയുന്നത് കേട്ടു, രാഹുലിനെ പറ്റിച്ചു. പാർട്ടിപരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തന്നോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. മനസ്സിലായോ? അവരുടെ ഒരു പേര് അല്ലെങ്കിൽ അവർ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആധാർ കാർഡ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽ എടുക്കാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് പറ്റും. എല്ലാം അറിഞ്ഞിട്ടും പരസ്പര സമ്മതത്തോടെ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് അവസാനം പരസ്പരം ചളിവാരി എറിയുന്ന 2 കൂട്ടർ. അത്രേ ഉള്ളൂ ഇതിൽ പറയാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുക. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അത് രാഷ്ട്രീയപരമായിട്ട് അങ്ങ് നീങ്ങി എന്ന് മാത്രം. രാഷ്ട്രീയക്കാരനല്ല എന്നായിരുന്നെങ്കിൽ ഇത് ഇത്രയും ചർച്ചാ വിഷയമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ മീഡിയാസ് എന്തുവാ ചെയ്യുന്നത്? ഓരോ ഘട്ടത്തിലായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള ചാറ്റുകൾ ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇവരുടെ കയ്യിൽ ഈ ചാറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് പുറത്ത് വിടാതെ എന്തുകൊണ്ടാണ്? അവർക്ക് രാഷ്ട്രീയപരമായിട്ടൊരു കളി കളിക്കണം. അതിന് വെച്ചേക്കുന്ന ഒരു സാധനം. അത്രേ ഉള്ളൂ ഇത്. ഇനിയും അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തൊരു ഘട്ടമാകുമ്പോൾ അവർ പിന്നെ അതടുത്ത് പുറത്തിടും. ഈ രാഹുൽ ഈശ്വർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പം രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോസ് ഒന്ന് പോയി നോക്കണം. പകുതി കാര്യങ്ങളും രാഹുൽ ഈശ്വർ പറയുന്നത് പോയിൻ്റാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ നോക്കുന്നവരോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഈ ഒരു പെൺകുട്ടി മാത്രമല്ല, ഈവൻ ട്രാൻസ്ജെൻഡർ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഇവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ എങ്ങാണ്ട് പറയുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം.
രാഹുൽ ഈശ്വർ പറയുന്നതൊക്കെ പോയിൻ്റാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ വെളുപ്പിക്കാൻ നോക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഈ അതിജീവിതയോട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഭർത്താവിരിക്കെ ഇമാതിരി ഒരു തെണ്ടിത്തരത്തിന് പോയിട്ട് അത് പീഡനം എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിനോട് ചെറ്റത്തരം അല്ലെങ്കിൽ അതിൽ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. ശരി എന്നാൽ.